നമസ്കാരം. ജീവിതത്തിൽ ഉന്നത നിലകളിലെത്തിയവർ പോലും പലപ്പോഴും ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ മറന്നു പോകാറുണ്ട്. അവർ എന്തുതന്നെ നേടിയാലും മനസ്സമാധാനമില്ലാതെ മറ്റെന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണാറുണ്ട്. ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്ന്, അത് കിട്ടുമ്പോൾ അതിനടുത്തത്, അങ്ങനെ പോകും അവരുടെ ജീവിതയാത്ര. ഒരിക്കൽ ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പിന്നീട് പല വഴിക്ക് പിരിഞ്ഞുപോയ 5 വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ കാണാനെത്തി. നിറഞ്ഞ സന്തോഷത്തോടെ അധ്യാപകൻ അവരെ സ്വീകരിച്ചിരുത്തി വിശേഷങ്ങൾ ചോദിച്ചു. അവരെല്ലാം ഉയർന്ന ജോലികളിലും ഉന്നത നിലകളിലുമാണെന്നറിഞ്ഞ് അധ്യാപകന് അതിയായി സന്തോഷമുണ്ടായി. പക്ഷേ ആരുടെയും മുഖത്ത് അതിൻ്റേതായ യാതൊരു സന്തോഷവും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അവരുടെ സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് അവരുടെ തൊഴിൽ പ്രശ്നങ്ങളും ബിസിനസ്സിലെ പ്രതിസന്ധികളും കുടുംബ വഴക്കുകളുമൊക്കെയായിരുന്നു. ഉയർന്ന പദവികളും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടെങ്കിലും അവരാരും അടിസ്ഥാനപരമായി അത്ര ഹാപ്പി അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, പണ്ട് ഞങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഞങ്ങൾ ഉപദേശം തേടിയിരുന്നത് സാറിനോടായിരുന്നു. സാറത് എളുപ്പം പരിഹരിച്ചു തരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ അല്ലലും അലട്ടുമൊന്നുമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ചെറിയ ആലോചനയ്ക്ക് ശേഷം അധ്യാപകൻ എഴുന്നേറ്റ് വീടിനകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ചായ എടുക്കാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകും എന്ന വിശ്വാസത്തോടെ അവർ 5 പേരും കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം ഒരു ട്രേയിൽ ചായ നിറച്ച ഗ്ലാസുമായി വന്ന് അത് അവർക്ക് മുന്നിലുള്ള ടീപ്പോയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ചായ എടുത്തു കുടിക്കൂ. ഉടനെ അവർ 5 പേരും ഓരോ കപ്പ് വീതം കയ്യിലെടുത്ത് ചായ കുടിക്കാൻ തുടങ്ങി. അല്പനേരം അവരെ 5 പേരെയും നിരീക്ഷിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നേരത്തെ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. അത് കേട്ട് അവർ 5 പേരും പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു വെച്ച ട്രേയിൽ 7 കപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം മനോഹരമായ ചിത്രപ്പണികൾ നിറഞ്ഞ വില കൂടിയ കപ്പുകളായിരുന്നു. ബാക്കിയുള്ള 2 എണ്ണം സാധാരണ സ്റ്റീൽ കപ്പുകളുമായിരുന്നു. പക്ഷേ ഇവയിലെല്ലാറ്റിലുമുള്ളത് ഒരേ ചായയായിരുന്നു. കൗതുകത്തോടെ തൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ആ 5 പേരോടുമായി അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആരും സ്റ്റീൽ കപ്പ് എടുത്തില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ 5 പേരും വില കൂടിയ കപ്പുകൾ മാത്രം എടുത്തത്? ആ 5 പേരും പെട്ടെന്നൊരുത്തരം പറയാൻ കഴിയാതെ സങ്കോചത്തോടെ പരസ്പരം നോക്കി. അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം, അദ്ദേഹം തുടർന്നു. ചായ കുടിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ കപ്പുകൾക്ക് മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. അതിനകത്തുള്ള ചായ ഒരേ ചായ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ ചായയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടിയിരുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നാം പ്രാധാന്യം നൽകിയത് കപ്പുകൾക്കാണ്. എല്ലാവരെയും ഒരു വട്ടം മാറി മാറി നോക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നു, നമ്മുടെ ജീവിതം ഈ ചായ പോലെയാണ്. നമ്മുടെ തൊഴിലും ബിസിനസ്സും മറ്റുമെല്ലാം ഈ കപ്പുകൾ പോലെയും. ഇവിടെ ചായയ്ക്കു വേണ്ടിയാണ് കപ്പുകൾ, അല്ലാതെ കപ്പുകൾക്ക് വേണ്ടിയല്ല ചായ. നമ്മുടെ ജോലിയും ബിസിനസ്സും വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വത്തും ധനവുമെല്ലാം ജീവിതം സന്തോഷകരമാക്കാനുള്ള ചെറിയ ഉപാധികൾ മാത്രമാണ്. അതുതന്നെയാണ് ജീവിതം എന്ന് ചിന്തിച്ച് അവയ്ക്കു പിറകെ പോയാൽ സന്തോഷമുണ്ടാവുകയില്ല. അവയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകി ജീവിതത്തിലെ സുപ്രധാന ഘടകങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. ഭാര്യയോടും മക്കളോടും അച്ഛനമ്മമാരോടും സഹപ്രവർത്തകരോടും ഒപ്പമിരിക്കാൻ സമയം കണ്ടെത്തുക. മത്സരിക്കാനും പിടിച്ചടക്കാനും മാത്രമുള്ളതല്ല ജീവിതം എന്നു മനസ്സിലാക്കിയാൽ നിങ്ങൾ ചോദിച്ച സന്തോഷവും സമാധാനവും നിങ്ങളെ തേടി വരും.
അവർക്കഞ്ചു പേർക്കും അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. പ്രിയമുള്ളവരെ, പദവിയും അധികാരവും സമ്പത്തുമെല്ലാം ജീവിതത്തിൻ്റെ രുചി കൂട്ടാനുള്ള മേമ്പൊടികൾ മാത്രമാണ്. അത് അളവിൽ കൂടുതൽ വാരിയിട്ടാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സന്തോഷത്തിൻ്റെ മാർഗം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.